അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെരുന്നാൾ കഴിഞ്ഞപ്പോഴേക്കും സെയ്ഫ് അറബിക്ക് എന്തെന്നറിയില്ല ഫർസാനയോട് വല്ലാത്തൊരു സ്നേഹം തോന്നി തുടങ്ങുകയാണ്. റബ്ബേ, ഞാൻ ഒരിക്കലും അവളെ സ്നേഹിക്കുന്നത് ശരിയല്ല. തൻ്റെ ഭാര്യ അറിഞ്ഞിട്ട് പോലുമില്ല അവൾ എനിക്ക് ഹലാലല്ല എന്നുള്ള കാര്യം. പക്ഷേ സൈത്തൂൻ ബീവിക്കും ഫർസാനക്കും ഒരുപോലെയുള്ള ഡ്രസ്സ്, ചെരുപ്പ്, അവരുടെ ഓർണമെൻറ്റ്സ്, കാര്യങ്ങൾ എല്ലാം രണ്ടുപേർക്കും ഒരുപോലെ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദന വരികയാണ്. റബ്ബേ, ഒരാളെനിക്ക് ഹലാലല്ലല്ലോ, എന്നിട്ട് പോലും പാവം എൻ്റെ പെണ്ണ് സൈത്തൂൻ ബീവി അവളൊന്നും അറിയുന്ന പോലുമില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? അറബി ഒരു നിമിഷം വിചാരിക്കുന്നു, തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതെല്ലാം ബീവിയോടങ്ങ് തുറന്നു പറഞ്ഞാലോ? ഒരുപക്ഷെ അവൾ വിഷമിക്കും, വേദനിക്കും. തൻ്റെ കുഞ്ഞാണ് എന്നുള്ള രീതിയിലാണ് അവളെ കാണുന്നത്. ഫർസാനയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞാണ് വളരുന്നത് എന്നാണ് എൻ്റെ ഭാര്യ വിചാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പെട്ടെന്നൊരു തെറ്റിദ്ധാരണ വരുമ്പോൾ ഒരുപക്ഷെ അത് വല്ലാത്തൊരു ഷോക്കായി മാറും. അവൾക്ക് എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടും. ഒരുപക്ഷെ ഒരു വലിയ മാനസിക രോഗിയായി, ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആകാൻ വരെ അതൊരു ചാൻസ് ആവും, ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബേ, എനിക്ക് എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. പക്ഷെ അവൾ കൂടെ കൂടെ നിർബന്ധിക്കും. ഇനിയൊരു പക്ഷേ കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ എന്നോട് പറയും കുഞ്ഞിനെ എടുക്കാൻ, ലാളിക്കാൻ, അതിനെ താരാട്ട് പാടാൻ, ഫർസാനയുടെ അടുക്കലേക്ക് പാലൂട്ടൻ കൊണ്ടുപോയി കൊടുക്കാൻ അവൾ നിർബന്ധിക്കും. അതുറപ്പാണ്. ഇപ്പോൾ തന്നെ പറയുന്നത് അങ്ങോട്ട് ചെല്ലാനാണ്. പക്ഷേ ഭാഗ്യം, ഡോക്ടർക്ക് ഈ ഒരു സത്യം അറിയുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ എന്നോട് പറയുന്നത് ഫർസാനയുടെ അടുക്കലേക്ക് പോവണ്ട, റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും മാസം രക്ഷപ്പെട്ടു. പക്ഷേ എന്തൊക്കെ തന്നെയാലും അവസാന മാസങ്ങളിൽ ഭർത്താവിൻ്റെ സ്നേഹം, പരിഗണന അത് ഏതൊരു പെണ്ണും കൊതിക്കുന്നതാണ് എന്ന് സൈത്തൂൻ ബീവിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈയിടെയായി അവൾ വല്ലാതെ നിർബന്ധിക്കുന്നു. ആ ദിവസവും അവളും ബീവിയും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ചു സെയ്ഫ് അറബി. അന്ന് രാത്രിയിൽ അതാ സെയ്ഫിൻ്റെ അടുക്കലേക്ക് സൈത്തൂൻ കടന്നു വന്നു. ബീവി വന്നോ? അതെ. എന്താ? ഇന്ന് എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരണം. നിൻ്റെ ആഗ്രഹമോ? എന്താണ്? എൻ്റെ ബീവിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് സാധിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇല്ലേ? ഉണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അവളെ വിവാഹം കഴിച്ചു, അവളെ ഗർഭിണിയാക്കി. അതൊക്കെ എനിക്ക് സന്തോഷം മാത്രം. പക്ഷേ എന്താ ബീവി, എൻ്റെ ബീവി എന്താ വിഷമിക്കുന്നത്? എൻ്റെ അർബ കുറേ കാലമായില്ലേ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു. ഇന്ന് എൻ്റെ ആഗ്രഹപ്രകാരം ഫർസാനയുടെ മണിയറയിലേക്ക് നിങ്ങൾ പോകണം. അത് കേട്ട് ശരിക്കും അറബി ഞെട്ടി. സൈത്തൂൻ, ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പോൾ 1-2 മാസം കഴിഞ്ഞു. ഇനിയും എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞിന് സ്നേഹവും പരിചരണവും കിട്ടാതെയായി കഴിഞ്ഞാൽ, അവൾക്ക് കിട്ടാതായാൽ കുഞ്ഞിനും അത് വിഷമാവും. അതുകൊണ്ട് ദയവായി അങ്ങ് അവളുടെ അടുക്കൽ ഇന്ന് താമസിക്കണം. എൻ്റെ അപേക്ഷയാണ്, തള്ളിക്കളയരുത് പ്ലീസ്. ബീവി, എൻ്റെ ബീവി, എനിക്കിവിടെ നിൻ്റെ കൂടെ കഴിയാനാണ് കൂടുതൽ താല്പര്യം. അവൾ ഗർഭിണിയാണ്, റെസ്റ്റാണ്. നിനക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയല്ലേ? അതുണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല അല്ലേ? അതല്ല, സ്നേഹിക്കാനായിട്ടല്ല. ഒരു പക്ഷേ ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്തൊക്കെ തന്നെയാലും വിഷമിക്കും. പിന്നെ എന്തായാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നിൽക്കേണ്ട മോളെ. ആര് പറഞ്ഞു? ഡോക്ടർ അങ്ങനെ ഏതൊരു ഡോക്ടറും പറയാറില്ല. അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഇതെന്താ ഇങ്ങനെ ഇത്രയധികം റെസ്റ്റ്? അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകും. അഥവാ ഓഫ്കോഴ്സ് എന്തെങ്കിലുമൊക്കെ ഒരു പറ്റിക്കഴിഞ്ഞാൽ, വല്ല ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മോളെ, അത് വല്ലാത്തൊരു വിഷമമല്ലേ നമുക്ക്? നമ്മൾ ഇത്രയും കാത്തു നിന്നതിനൊരു കാര്യമില്ലാതാവൂലേ? എൻ്റെ പെണ്ണെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
അത് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്നും വേണ്ട, എങ്കിലും അവളുടെ കൂടെ ഒന്ന് കഴിയണം. കുറച്ച് രാത്രികളിൽ അവളുടെ കൂടെ അങ്ങ് കിടക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അവൾ എന്ത് വിചാരിക്കും? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത്. ദയവായി ഇന്നു മുതൽ കുറച്ച് ദിവസം അങ്ങ് അവളോടൊപ്പം കഴിയണം. എൻ്റെ അപേക്ഷയാണ്. കരഞ്ഞുകൊണ്ടാണ് ജെയ്ത്തൂൻ ബീവി അത് പറഞ്ഞത്. അറബി ശരിക്കും ഞെട്ടി. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജെയ്ത്തൂനെ. എന്തെന്നറിയില്ല, ജെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു പനിമണം ആസ്വദിക്കുവാൻ എപ്പോഴും അറബിക്ക് ഇഷ്ടവുമായിരുന്നു. പക്ഷെ ഇന്ന് നിർബന്ധിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഫർസാനയുടെ അടുക്കിലേക്ക് പോകണം എന്നാണ്. എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. നിങ്ങൾ ദയവായി ഇന്ന് ചെല്ലണം. ഇന്ന് അവളുടെ അടുക്കിലേക്ക് ചെന്നില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. ജെയ്ത്തൂൻ ബീവി വാശിയിൽ തന്നെയാണ്. അവൾ പുറത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. വാ, എന്നാൽ നമുക്ക് മുകളിലത്തെ മട്ടുപ്പാവൽ നോക്കി കാറ്റ് കൊള്ളാം. എന്തിന്? ഞാനല്ലല്ലോ. ദേ പഠിച്ചവനോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ്. നിങ്ങൾ എനിക്ക് കൂടുതലായിട്ട് തരുന്നുണ്ട്. അവൾ നിങ്ങൾ പരിഗണിക്കുന്നില്ല, അതെനിക്കറിയാം. എനിക്ക് വേണ്ടി ദയവായിട്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങ് ഇന്ന് ചെല്ലണം. സെയ്ഫ് അറബിയുടെ കൈ പിടിച്ച് അതാ ജെയ്ത്തൂൻ ബീവി പറയുന്നു, ചെല്ല് ഇന്ന് ഫർസാനയുടെ റൂമിലേക്ക് എനിക്ക് വേണ്ടിയിട്ട്. അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് ശരിക്കും അറബി നോക്കിക്കണ്ടു. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, അവളെങ്ങ് നിക്കാഹ് കഴിച്ചാലോ? നിക്കാഹ് കഴിച്ചു എന്നുള്ള പേരിലാണ് സംഭവങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അങ്ങോട്ട് അവളോട് പറഞ്ഞ് രഹസ്യമായി അങ്ങോട്ട് നിക്കാഹ് കഴിക്കുക. അല്ലാതെ ഇപ്പോൾ എത്രയെന്ന് കരുതി അവളുടെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും? സെയ്ഫ് പോകുന്നില്ലേ? ആ, പോവാണ്. അങ്ങനെ അതാ സെയ്ഫ് അറബി നേരെ ഫർസാനയുടെ റൂമിലേക്ക് പോകുന്നു. അവളത് നോക്കി നിൽക്കുന്നു. ജെയ്ത്തൂൻ ബീവി, ചെല്ല്. എന്താ? ഞാൻ അല്പസമയം കഴിഞ്ഞിട്ട്, എന്നാൽ നീ അവളെ വിളിക്ക്. കുറച്ച് സമയം മുകളിൽ പോയിരുന്ന് സംസാരിച്ചിട്ട് ആവാം. അവൾ നേരെ അതാ ഫർസാനയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. യാ ഫർസാൻ, ഫർസാൻ. ആ ബേബി. ആ എന്താ? ഓ, വയറുമ്പ് തട്ടോ? ഇല്ല ഇല്ല ഇല്ല. അതെ, അർബ വിളിക്കുന്നുണ്ട് മുകളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അല്പസമയം കാറ്റൊക്കെ കൊണ്ടിരുന്ന് സംസാരിക്കാനേ. വരി. ഇനിയിപ്പോൾ എന്താ, പ്രശ്നമൊന്നുമില്ല, റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? വരി. ഫർസാന ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് എന്താ, കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? ലിഫ്റ്റ് ഉണ്ടല്ലോ അതുവഴി. അതുണ്ടായിട്ടൊന്നല്ല. അതെന്താ, നടക്കണതൊക്കെ നല്ലതല്ലേ? ആ പിന്നെന്താ, ഞാൻ കൊണ്ടാക്കി തരണോ? അത് പിന്നെ പോകാം ബേബി. ഇപ്പോൾ അല്ലല്ല, അത് പറ്റില്ല. നിങ്ങൾ ഒരുപാട് ദിവസമായി അകന്ന് കഴിയുന്നു. എനിക്ക് വല്ലാതെ സമാധാനക്കേടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ദയവായിട്ട് ഇന്ന് ഒരുമിക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്ലീസ്, എനിക്കത് കണ്ട് സന്തോഷിക്കണം. പിന്നെ ഫർസാനയുടെ വയറിന്മേൽ തൊട്ടുകൊണ്ട് അതാ ബേബി പറയുന്നു, നമ്മുടെ വാവയ്ക്ക് സന്തോഷം വേണ്ടേ? ഭാര്യയും ഭർത്താവൊക്കെ സന്തോഷിച്ച് ജീവിക്കുമ്പോഴല്ലേ വാവയ്ക്ക് സന്തോഷം ഉണ്ടാകുക. സന്തോഷം കൊടുക്കണം നമ്മളെ, ഒരിക്കലും ദുഃഖം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിക്കണം. അതിനു വേണ്ടി എന്ത് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സെയ്ഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ചെല്ല്, ലിഫ്റ്റിൽ കയറിക്കോളൂ. അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടി ഫർസാന ലിഫ്റ്റിൽ കയറി നേരെ മട്ടുപ്പാവിലെത്തുന്നു. ജെയ്ത്തൂൻ ബീവി അവിടെ എത്തുന്നു. രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ച് റിലാക്സ് ആയിട്ട് റൂമിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഞാനിവിടെ നിന്നാലേ. അല്ല ബീവി അവിടെ ഇരുന്നോളൂ. അറബി പറയുന്നു. ഞാൻ എന്തിനു നിൽക്കുന്നത്? നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനൊരു കട്ടുറുമ്പാവണോ? അത് കേട്ട് ഫർസാനയും പറയുന്നു, ജെയ്ത്തൂൻ ബീവി പോവണ്ട, നമുക്കൊരുമിച്ച്, നമ്മളൊരു കുടുംബമല്ലേ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ആഹാ, എല്ലാ സംസാരത്തിലും ഞാൻ വന്നാൽ ശരിയാവില്ലല്ലോ. നിങ്ങൾക്കുണ്ടാവില്ലേ ഒരുപാട് സംസാരം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്? നിങ്ങൾ സംസാരിച്ചോളൂ, റിലാക്സ് ആയിക്കോളൂ കേട്ടോ. നല്ലതായിട്ട് കഴിയൂ, എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് അതാ ജെയ്ത്തൂൻ ബീവി തിരിഞ്ഞു നടക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അറബിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന. ജെയ്ത്തൂൻ. അവൾ ഞെട്ടിത്തിരിച്ചു. ആ എന്താ? ജെയ്ത്തൂനിവിടെ വരുമോ? ആ എന്താ അർബ? അത്
സെയ്തുൻ ഇപ്പോൾ പോകണ്ട, ഇവിടെ ഇരിക്കേ. എന്താ, എന്തു പറ്റി? അല്ല, പോവണ്ടെന്നല്ല പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ശരിക്കും അറബിക്ക് എന്തൊക്കെയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. സെയ്തുൻ ബീവി പോവുകയാണ്, ഞാനും ഫർസാനയും ഇവിടെ തനിച്ചാണ്, ആരും ഒന്നും കാണുവാനില്ല. ഒരു പക്ഷേ തൻ്റെ അടുക്കിലേക്ക് ഇബ്ലീസ് വരുമോ എന്നുള്ള ചിന്ത അറബിക്കുണ്ടായത് കൊണ്ട് തന്നെ അറബി അതിൽ നിന്ന് പതുക്കെ അങ്ങ് പിന്മാറുകയായിരുന്നു. എന്തൊക്കെ തന്നെയാലും തെറ്റ് സംഭവിക്കാൻ 100% ചാൻസ്. അതുകൊണ്ട് തന്നെ ബീവിയെ നിർബന്ധമായി അവിടെ പിടിച്ചിരുത്തുന്നു. സെയ്തൂൻ ഇവിടെ ഇരിക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ചങ്ങ് പോകാം. എന്താ അർബ ഇങ്ങനെ? നിങ്ങൾ ഇങ്ങനെയായി പറ്റുമോ? ഇരിക്കാനാണ് പറഞ്ഞത്. ശരിക്കും അല്പം ദേഷ്യത്തോടെയായിരുന്നു അറബി അത് കൽപ്പിച്ചത്. ഒരു പക്ഷേ സെയ്തൂൻ ബീവി എങ്ങാനും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വലിയ തെറ്റ് അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവൾ ഇപ്പോൾ പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട് ഫർസാന. അതെ, ശരിക്കും പരിമളം തൂകുന്ന ഒരു സ്മെല്ലും അവൾക്കുണ്ട്. തെറ്റ് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അതായത് കണ്ണൂരെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നതിനെ കുറിച്ച്. അപ്പോൾ പടച്ചറബ് നമ്മുടെ മക്കളെ എല്ലാ തെറ്റുകളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ എന്താണ് കാര്യം എന്ന് പറയാൻ, നമ്മളൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുന്നല്ല, ഒരാളും ഈ ഒരു ചതിയിൽ വീഴാൻ പാടില്ല. അതായത് അവർക്കൊരു ബോധം വേണം. നമ്മൾ ആരെങ്കിലും ചിരിച്ച് കാണിച്ചാൽ അവരുടെ കൂടെ അങ്ങ് പോകാം, നല്ല ജീവിതമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ജീവിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാവും, പഠിച്ചോനെ വേണ്ടാത്ത പണി ഞാൻ ചെയ്തു, എന്തിനാണ് ചെയ്തത്, എനിക്ക് ബുദ്ധിയില്ലായിരുന്നോ, എനിക്കൊരു ബുദ്ധിയും കഥയൊന്നും ഇല്ലല്ലോ, ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു, എൻ്റെ കുടുംബം എനിക്ക് നഷ്ടമായി, എൻ്റെ മക്കൾ നഷ്ടമായി, അങ്ങനെ പല പല രീതിയിലുള്ള ചിന്തകൾ പിന്നെ വരാൻ പാടില്ല. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും 2 വട്ടങ്ങൾ ആലോചിക്കുക. പഠിച്ചോനെ ഇതുകൊണ്ട് എനിക്ക് എന്തായിരിക്കും ഗുണം ഉണ്ടാകുക, എനിക്കെന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ, ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ഏതൊരു തെറ്റിലേക്കും കാലെടുത്ത് വെക്കുക. എനിക്ക് വന്ന ആ കമൻറ്റ് ഇന്നലെ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ? കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പും പേടിയുമാണ് തോന്നുന്നത്. കാരണം എനിക്ക് 18 വയസ്സായ ഒരു മോനുണ്ട്, ഒരു ഉമ്മയാണ് കേട്ടോ ഇത് എഴുതുന്നത്. അവൻക്ക് കണ്ണൂരുള്ള ഒരു പെൺകുട്ടിയുമായി അവന് ഇഷ്ടത്തിലായിരുന്നു. 2 വർഷമായി പ്രണയം തുടങ്ങിയിട്ട്. കണ്ണീരോടെയാണ് ആ ഉമ്മ എഴുതുന്നത്. നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയും കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടിയുമാണ്. അവൻക്ക് ഇടയ്ക്കിടെ വിളിക്കും, പിന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കലായി തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി. അങ്ങനെ കുട്ടിയുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്തൊക്കെ തന്നെയാലും സമയമാകുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച് കൊടുക്കാം എന്ന്. കാരണം 18 വയസ്സായ മോനല്ലേ, സമയമായിട്ടില്ലല്ലോ, ഒരു പെൺകുട്ടിയെ ഇഷ്ടത്തിലുമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു 21-22 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുമല്ലോ. അങ്ങനെ നോമ്പിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ദിവസം ആ പൊന്നു മോനെ കാണാനില്ല. അതായത് 18 വയസ്സായി ഈ ഒരു ഉമ്മയുടെ മകനെ കാണാനില്ല. ആരോടും പറയാതെ എങ്ങോട്ട് പോയി ആ പൊന്നു മോൻ. പോയപ്പോഴേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫോണെടുത്ത് വിളിക്കുകയാണ് പൊന്നു മോൻക്ക് വേണ്ടിയിട്ട്. മോനെ നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പറയാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. അന്ന് അവന് വന്നില്ല. സാധാരണ രീതിയിൽ ഫ്രണ്ട്സുകളുടെ കൂടെ ടൂറ് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അന്ന് ഒരുപാട് കാത്തിരുന്നിട്ടും മകനെ കാണുന്നില്ല. രാത്രി ആയപ്പോഴേ ഒരു കോള് വരികയാണ്. അതേ, നിങ്ങളെ മോന് കണ്ണൂരിലുള്ള ഒരു പെണ്ണുമായിട്ട് പോയിരിക്കുന്നു. 18 വയസ്സായ ആ മോനാണ് പോയത് കണ്ണൂരുള്ള ഒരു പെണ്ണുമായിട്ട്. അത് എങ്ങനത്തെ പെണ്ണാണ്, ചെറിയ പെണ്ണൊന്നല്ല. ആ പെണ്ണിനെ കെട്ടിച്ചിട്ട് 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. വീട്ടുകാരത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ടെൻഷൻ. ആ ഒരു ഉമ്മയോട് പറയാൻ, നിങ്ങളെ 18 വയസ്സായ മോന് പോയിട്ടുണ്ട് ഏതൊരു പെണ്ണിൻ്റെ കൂടെ. 5 വയസ്സായ ഒരു കുട്ടിയുള്ള, അതായത് ഭർത്താവുള്ള ഒരു പെണ്ണാണ് 18 വയസ്സുകാരൻ്റെ കൂടെ പോയിട്ടുള്ളത്. എന്താലേ അവസ്ഥ. മക്കളുടെ ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ പെണ്ണുമില്ല, മൂക്കുമില്ല, ഒന്നുമില്ല, വയസ്സുമില്ല, ഏതെങ്കിലും തള്ളാരുടെ കൂടെ കെട്ടിച്ചതാണോ, ഭർത്താവുള്ളതാണോ, മക്കളുള്ളതാണോ എന്നുപോലും നോക്കാതെ ചെറിയ ചെക്കന്മാർ ഒക്കെ ഇതിൽ പെട്ടുപോവാണ്. ഈ പെൺകുട്ടിയുടെ
അളിയൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ ഞങ്ങളാകെ ടെൻഷനായി. അവളുടെ വീട്ടുകാർ പലയിടത്തും അന്വേഷണം തുടങ്ങി. അവളുടെ ഭർത്താവ് ഗൾഫിലാണത്രേ. എന്താല്ലേ, പ്രവാസിയായ ഭർത്താവ് 5 വയസ്സുള്ള കുട്ടിയുള്ള ഒരു പെൺകുട്ടി 18കാരൻ്റെ കൂടെ പോയിക്കുക. ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര വല്ലാത്തൊരു ടെൻഷന്. പാവ, എത്രമാത്രം ടെൻഷനാണെന്നുണ്ടാവും ആ ഭർത്താവ്. തൻ്റെ ഭാര്യ ആരുടെ കൂടെ പോയി എന്നൊക്കെ അറിയുമ്പോൾ. ഭർത്താവിന് വിവരറിയിച്ചു വൈഫിനെ കാണാനില്ലാന്ന്. പ്രവാസിയായ ഭർത്താവ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. വിവരം അറിയിച്ച് രാത്രിയായിട്ടും അവരെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. പിന്നീട് പുലർച്ചെ 5 മണിക്ക് ഊട്ടിയിൽ നിന്നും ഇവരെ കണ്ടെത്തുകയാണ്. 18 വയസ്സുള്ള ഒരു മോനും കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ള കുട്ടിയുള്ള ഒരു പെണ്ണിനെയും കണ്ടെത്തുകയാണ്. പക്ഷെ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ വീട്ടുകാർ പോയിട്ട് ആ പൊന്നു മോനെ കൊണ്ടുവന്നു. പക്ഷേ അവർ പറയുന്നത് എന്താണല്ലോ, ഒരിക്കലും ഞങ്ങൾ പിരിയുകയില്ലെന്ന്. അവളെ കെട്ടിയ ആ ചെക്കന് പറയാണ്, ഞാൻ അവളെ ഒഴിവാക്കണം, എനിക്കിനി അവളെ വേണ്ട. അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂടെ പോയ പെണ്ണിനെ ആരെങ്കിലും സ്വീകരിക്കുമോ? ഇല്ല, എനിക്ക് അവളെ വേണ്ട എന്ന് പറയണം. പക്ഷേ 18 വയസ്സായ ഈ മോന് പറയുന്നത്, ഞാൻ അവളെ ഒരിക്കലും ഒഴിവാക്കില്ല, കുട്ടിയുള്ളതായിക്കോട്ടെ, എനിക്ക് ഓളെ തന്നെ വേണം. എന്താലേ, ഒരു 21 വയസ്സായിക്കണേ കുഴപ്പമില്ല, 18 വയസ്സുള്ളൊരു മോനാണ്. പെൺകുട്ടികളുടെ ഒരു വിവാഹപ്രായം വരെ, അതന്നെ ഇപ്പോൾ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ 18 കല്യാണം കഴിക്കണില്ല. ആ മോൻ്റെ വയസ്സ് പോലും ഒന്ന് പരിഗണിക്കാതെ. എന്താലേ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ. ആ കുട്ടിക്ക് അങ്ങനെ ഒരു മനസ്സിൽ, അങ്ങനെ കല്യാണം കഴിഞ്ഞൊരു ഭർത്താവും കുട്ടിയൊക്കെ ഉള്ള ആ ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും ഈ മോൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവായി അവർക്ക് നല്ലൊരു ജീവിതം ആ കുട്ടിക്ക് കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള ഷെറിനെ തൊട്ട് പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഓരോ തോന്നലുകളാണേ. അല്ലാ, നമുക്കൊരിക്കലും വേദന അല്ലാതെ ഒന്നും ഉണ്ടാവില്ല ഇതുകൊണ്ട്. കാരണം എന്താലേ, ഭർത്താവുള്ള ഒരു കുട്ടിയുള്ള ഒരു പെണ്ണ്, ഒരു തീരെ വിവാഹപ്രായം പോലും ആകാത്തൊരു ആളെ കൂടെ പോവുക എന്നൊക്കെ പറഞ്ഞാൽ പടച്ച റബ്ബ് അവരുടെ മനസ്സിലുള്ളതൊക്കെ അതിനൊക്കെ മറവി കൊടുക്കട്ടെ. ആ പൊന്നുമോൻക്കൊക്കെ നല്ലൊരു ജീവിതം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നിർത്തുകയാണ്. പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിട്ടോ. പടച്ച റബ്ബ് ആർക്കും അങ്ങനത്തെ ബുദ്ധി തോന്നിപ്പിച്ച് കൊടുക്കാതിരിക്കട്ടെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാ ഷെറിനെ തൊട്ടും ഇൻഷാ അല്ലാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.